എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ ഫലം ഈ മെയ് മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷന് താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മെയ് മാസത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Ace of Pentacles, Four of Wands, Chariot energy, Seven of Cups, High Priestess, Three of Pentacles. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം Ace of Pentacles and High Priest എനർജിയാണ്. നിങ്ങളുടെ ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും ജോലി സംബന്ധമായിട്ടുള്ള മുന്നേറ്റവും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നിങ്ങളൊരു ഈ രീതിയിൽ സാമ്പത്തികം അല്ലെങ്കിൽ കരിയർ അങ്ങനെയുള്ള കാര്യത്തിൻ്റെ പുറകെ ആണെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടും മുന്നോട്ടേക്ക് പോകുന്ന പരിശ്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു നമ്മൾ പറയില്ലേ, കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കാതെ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഫലം ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കർമ്മം വ്യക്തമായിട്ടും കൃത്യതയോടും കൂടിയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു സമയമാകുമ്പോൾ ആ ഫലം കിട്ടും. പക്ഷെ നമ്മൾ ആ ഫലം എപ്പോഴാണ് കിട്ടുക എന്നുള്ളത് ആലോചിച്ച് ഇത് ഇതുവരെ ശരിയല്ല, എപ്പോൾ എനിക്കിത് ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് എങ്കിൽ അത് വീണ്ടും വൈകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ നമുക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഉണ്ടെന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടതെന്ന്. പക്ഷെ എന്നിരുന്നാലും നമ്മളെല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങൾ അതെപ്പോഴും ഉള്ളിലുണ്ടാവും പല സിറ്റുവേഷൻസ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റി, സ്ട്രെസ്സും ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഇമോഷണലും ഫിസിക്കലുമായിട്ടുള്ള ശാരീരികമായ ആരോഗ്യം അതേപോലെ മാനസിക ആരോഗ്യം രണ്ടും നിലനിർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങൾ അറിവ് നേടുന്നുണ്ട് നിങ്ങൾ. അതായത് അറിവെന്ന് പറഞ്ഞാൽ മുറി വൈദ്യമല്ല. അതായത് നമ്മളിപ്പോൾ ഇത് യൂട്യൂബ് ചാനൽസിൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ആളുകൾ പറയുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നല്ല ആളുകളും ഉണ്ടാവും, അറിവുള്ളവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. അറിവുള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾക്കൊരു ആരാണ് ശരി ആരാണ് അത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ അതിൻ്റെ പ്രോപ്പർ ചാനലിൽ അതിൽ പുസ്തകങ്ങൾ വഴിയോ മറ്റ് അത് മനസ്സിലാക്കാനായിട്ട് പ്രോപ്പറായിട്ടുള്ള വ്യക്തികളിൽ നിന്നോ അതിനെക്കുറിച്ച് അറിവുള്ളെടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ശാരീരികവും മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ, യോഗ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫിസിക്കലി എന്താ പറയുക, ഓടുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഓവറായിട്ട് നിങ്ങൾക്ക് എല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിലുള്ളത് എന്തെങ്കിലും കണ്ടിട്ടുള്ള പരീക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് 4 of Wands and 7 of Cups എനർജിയാണ്. സാധ്യതകളുള്ള സമയമാണ്. സാധ്യതകളുള്ളൊരു സമയം എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒത്തിരി പോസിബിലിറ്റീസാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചോയ്സ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. അതായത് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ ഇന്നൊരു കാര്യം നമുക്ക് ചൂസ് ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ആ കാര്യം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവ് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഇന്നൊരു കാര്യമുണ്ട്, ഇങ്ങനൊരു ചോയ്സ് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ അവസരങ്ങൾ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട്, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ജോലി ഒത്തിരി ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പോൾ ഒരു ജോലി വരുന്നുണ്ട്. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾ ജോലിയിൽ നിങ്ങൾ പെട്ടെന്നൊരു ജോലി നിങ്ങൾക്ക് വരുമ്പോൾ വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറേ ശ്രമിച്ചിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് പലപ്പോഴും ചൂസ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ജോലി വന്നാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ കാരണം നമ്മൾ ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ, ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആർക്കും പ്രോമിസ് ചെയ്യരുതെന്ന് പറയും. കാരണം ആ സമയത്ത് നമ്മൾ എന്തും കൊടുത്തു പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം എല്ലാം തീരുമാനിക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചിട്ട് വേണം തീരുമാനത്തിലേക്ക് കിടക്കാൻ. ഓക്കെ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് വന്നതിൽ ചാടിക്കറി പോവാതിരിക്കുക.
റിവാർഡ്സ് വരുന്ന സമയമാണ്. കർമ്മഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരങ്ങൾ, പോസിബിലിറ്റീസ് വരുന്നത് ആദ്യം വരുന്നതിൽ ചാടിക്കയറി പോകാതിരുന്നാൽ മതി. അഥവാ അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തിട്ട്, ഇനി നല്ലതാണെങ്കിൽ അതിൽ മുന്നോട്ടേക്ക് പോകാം. പക്ഷെ അത് തീർച്ചയായിട്ടും തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അല്ലാത്ത പക്ഷം വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നൊരു സമയമാണ്. ഗോൾ അച്ചീവ് ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. പിന്നെ ടെസ്റ്റുകളൊക്കെ പാസ്സാവുന്നൊരു സമയമായിട്ട് കാണിക്കും. ഒത്തിരി ടെസ്റ്റ് പാസ് ചെയ്യുക, റിവാർഡ്സ്, അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മത്സര പരീക്ഷകൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഇപ്പോൾ സാറ്റ് നെറ്റ് അതേപോലെ എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എൻട്രൻസ്, മെഡിക്കൽ എഞ്ചിനീയറിംഗ് പോലത്തെയോ, അല്ലെങ്കിൽ മറ്റ് ഇപ്പോഴത്തെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചാൻസസ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അതേപോലെ മറ്റു തരത്തിൽ ഫിസിക്കലായിട്ടുള്ള, ഇപ്പോൾ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ, അതായത് വൈവ, പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ, അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതെ പോയത് ഈ ഒരു സമയത്ത് ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതേപോലെ തന്നെ ഹാപ്പി മൂമെൻറ്റ്സ്, ജീവിതത്തിൽ ഫൺ, ഫ്രീഡം ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കുറച്ചധികം വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഫ്രീഡം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാരൻസ് മറ്റെവിടേക്കെങ്കിലും പോകുന്ന സിറ്റുവേഷനാകുമ്പോൾ നിങ്ങൾ വീട്ടിൽ 2 പേര്, അപ്പോൾ ഒരാൾ വിവാഹം കഴിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ പാരൻസ് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കുള്ള ഒരു ഫ്രീഡം, അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി എല്ലാം ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാനും കഴിക്കാനും വാങ്ങിക്കാനും ഒക്കെ പറ്റുന്നൊരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി മെമ്മറിയാണ് ഈ ഒരു മാസം നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. സുഹൃത്തുക്കളോടൊപ്പമുള്ള ദൂരയാത്രകൾ, ലെക്ഷർ ട്രിപ്സ്, കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഓഫ് വൺസ് ആൻഡ് 3 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ബിസിനസ്സിന് ചാൻസ് ഉണ്ട്. അതേപോലെ ജോലിയിലാണെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു പോസിറ്റീവ് അറ്റൻഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. സ്പീച്ച്, മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്യുക, എന്തെങ്കിലും ഇവൻറ്റ്സ് നന്നായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സക്സസ് വളരെ പബ്ലിക്കായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സക്സസ് പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തി, ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചാണെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം, അല്ലെങ്കിൽ യൂട്യൂബ്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള രീതിയിലെ കാര്യങ്ങളിൽ നിങ്ങൾ പബ്ലിക് ഒരു അറ്റൻഷൻ കിട്ടുന്ന ഫെയിം, അതേപോലെ തന്നെ സാമ്പത്തികവും നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ടൈം എന്ന് പറയുന്നത് ടു മേക്ക് യുവർ ഹോം, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വീട് പ്രസൻറ്റബിൾ ആയിട്ട് വയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ വീട് റിനോവേറ്റ് ചെയ്യുന്ന, റീഡെക്കറേറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, വാട്ട് എവർ യു ഡു നൗ, അതിൽ നിങ്ങൾക്ക് പ്രൈഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെച്ചു, 4 ആൾ അറിഞ്ഞു, പെട്ടെന്ന് ഫെയിം വന്നു പോയി, അങ്ങനെയല്ല. കുറച്ചധികം നാൾ നിങ്ങളുടെ ആ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള നേട്ടവും കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കരിയറിൽ അതിൽ നിന്നൊരു അഭിമാനം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു 9 to 5 ജോബാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് വളരെ അഭിമാനം തോന്നുന്ന രീതിയിൽ നിങ്ങൾ ഏത് ജോബിലാണെങ്കിലും അതിൽ നിന്നൊരു അച്ചീവ്മെൻറ്റും അവാർഡ്സും റിവാർഡ്സും ഒക്കെ ലഭിക്കുന്ന, റെക്കഗ്നിഷൻ ലഭിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ചാരിറ്റി എനർജി ആൻഡ് ഹൈ പ്രീസ്റ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം നേടുന്നു, ഒത്തിരി എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷവും തൃപ്തിയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസ കാലത്തിൽ നിങ്ങൾ പ്രധാനപ്പെട്ട നല്ല തീരുമാനങ്ങൾ എടുക്കുന്നു. പാരൻസിൻ്റെ സപ്പോർട്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന സമയമാണ്. മക്കളെ കുറിച്ചിട്ട് അഭിമാനം തോന്നുന്ന ഒരു സമയം പാരൻസിനെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഗുഡ് ടൈമിംഗ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതായത് സമയം നല്ലതാണെന്ന് ചുരുക്കം. വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങിക്കാനായിട്ട് വളരെ നല്ലൊരു സമയമാണ്. ഇപ്പോൾ കാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങിക്കാനുള്ള ഒരു സിറ്റുവേഷൻ. ജീവിതത്തിൽ മുന്നേറാനുള്ള സമയമാണ്. അപ്പോൾ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടുന്ന എന്ത് തീരുമാനമെടുക്കാനും പറ്റിയൊരു സമയമാണ്.
വെറുതെ ആലോചിച്ചിരിക്കാതെ തീരുമാനമെടുക്കുക. ആക്ഷൻ്റെ സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണ്. പ്രായമായിട്ടുള്ളവരെ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷണലാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി തൃപ്തിയും സന്തോഷമൊക്കെ വരുന്നുണ്ട്. അത് കൊണ്ട് അതിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനും പറ്റുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.